ഏതാണ് ഈ തബ്ലീഗ് ജമാഅത്ത്? വേഷത്തിൽ നല്ല സുന്നികളാ, കാണാൻ നല്ല മൊഞ്ച താടി, തരക്കടില്ലാത്ത തലപ്പാവുണ്ട്. സൗദി അറേബ്യയിൽ നിരോധിച്ചു. എല്ലാവർക്കും അറിയാലോ, ഈ അടുത്ത കാലത്താണ് സൗദി അറേബ്യയിൽ തബ്ലീഗ് ജമാഅത്ത് നിരോധിച്ചത്. സൗദി അറേബ്യയിൽ തബ്ലീഗ് ജമാഅത്തിന് നിരോധനം അവിടുത്തെ ഇസ്ലാമിക മന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. ഒരു കാര്യം കൂടെ ഇസ്ലാമിക കാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ഇബ്നു അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് അറിയിച്ചു. ജുമുഅ ഖുതുബകളിൽ തബ്ലീഗ് ജമാഅത്തിന്റെ അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകണം. സൗദിയിലെ ഇസ്ലാമിക കാര്യ വകുപ്പ് മന്ത്രിയുടെ അറിയിപ്പായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിനെ തുടർന്നുകൊണ്ടാണ് സൗദിയുടെ ഗ്രാൻഡ് മുഫ്തിയായ അബ്ദുൽ അസീസ് ഇബ്നു അബ്ദുല്ല ആലു ഷെയ്ഖ് ട്വിറ്ററിൽ കുറിച്ചു തബ്ലീഗ് ജമാഅത്തിന്റെ അപകടം. ഇത് അൽ ഖലീജ് പത്രം റിപ്പോർട്ട് ചെയ്തില്ലേ? എന്താണ് സത്യത്തിൽ തബ്ലീഗ് ജമാഅത്തിനുള്ള കുഴപ്പം? തബ്ലീഗ് ജമാഅത്തിനുള്ള കുഴപ്പം എന്താ? പ്രത്യക്ഷത്തിൽ കുഴപ്പം കണ്ടെത്താൻ വലിയ പ്രയാസം തോന്നുന്ന ഒരു വിഭാഗമാണ് ഈ തബ്ലീഗ് ജമാഅത്ത്. വഹാബികളെ മാതിരി ഗണ്ണനായിട്ടുണ്ടാവില്ല, അവരിങ്ങനെ ഒതുങ്ങിക്കൂടും. അതിനെക്കുറിച്ച് നല്ല മനസ്സോടെ തന്നെ കേൾക്കുന്ന ആൾക്കാർ ഇനിയുള്ള ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ച് കേൾക്കണം. ഈ തബ്ലീഗ് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ ഒരു സംഘടനയാണത്, അതൊരു പ്രസ്ഥാനമാണ്, ഒരു പുത്തൻ വാദ പ്രസ്ഥാനമാണത്. അതുണ്ടാക്കിയ ആള് മുഹമ്മദ് ഇല്യാസ് എന്ന് പറയുന്ന ഉത്തരേന്ത്യയിലെ ഡൽഹിക്കടുത്ത മേവാത്തിൽ ജനിച്ചിട്ടുള്ള ഷാഖ് മുഹമ്മദ് ഇല്യാസ്. അയാൾ സ്ഥാപിച്ച പ്രസ്ഥാനത്തിന്റെ പേരാണ് തബ്ലീഗ് ജമാഅത്ത്. അദ്ദേഹത്തിന്റെ ഗുരുവായ റഷീദ് അഹമ്മദ് ഗംഗോഹി, അയാളുടെ വഹാബി ചിന്ത ഇയാളെ സ്വാധീനിച്ചു. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തിന്റെ വരമൊഴി സമാഹാരമായ മക്കാത്തീബിലും വാമൊഴി സമാഹാരമായ മൽഫൂദാത്തിലും തികഞ്ഞ വഹാബിസത്തിന്റെ ആശയം, എന്തിനേറെ പറയണം, മലയാളത്തിൽ പുറത്തിറക്കിയ പുസ്തകത്തിലും വഹാബി ആദർശം തബ്ലീഗ് ജമാഅത്തിന്റെ പുസ്തകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം, എല്ലാവരും മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ആലുവ എടത്തലയിൽ പ്രവർത്തിക്കുന്ന തബ്ലീഗിന്റെ കൗസരിയ കോംപ്ലക്സിന്റെ പ്രിൻസിപ്പാളാണ് കരീം കാസിമി എന്ന് പറയുന്ന വ്യക്തി. ഇത് കേൾക്കുന്ന തബ്ലീഗിന്റെ ആൾക്കാരുണ്ടാകും, നിങ്ങൾ ശ്രദ്ധിച്ചു കേട്ടോ. അദ്ദേഹം വിവർത്തനം ചെയ്ത നിങ്ങളുടെ മൗലാന മുഫ്തി മുഹമ്മദ് ഷഫീഇന്റെ മആരിഫുൽ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥമുണ്ട്. അത് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ ആ ഗ്രന്ഥത്തിന് അതിന്റെ ആധികാരികത ബോധ്യപ്പെടണമെങ്കിൽ 1998 നവംബർ 3 നിങ്ങൾ മുഹമ്മദ് മൂസ കാഞ്ഞാർ അതിന് അവതാരിക എഴുതി കൊടുത്തതും കാണാൻ കഴിയുന്നുണ്ട്. എന്താണ് ആ ഖുർആൻ പരിഭാഷയിലുള്ള പ്രശ്നം? തബ്ലീഗ് ജമാഅത്തിന് വഹാബിസ് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ആ പരിഭാഷ നോക്കിയാൽ മതി. എന്താണ് അതിൽ ഫാത്തിഹയുടെ അർത്ഥം പറയും, വിശദീകരിക്കും, ആശയം വിശദീകരിക്കുന്ന ഭാഗത്ത് പറയുന്ന അറിയോ? മസാറുകളിലേക്ക് നേർച്ച നേരുന്നത്, മക്ബറകളിലേക്ക് നേർച്ച നേരുന്നത്, ഇസ്തിഗാസ, ഇതെല്ലാം ശിർക്കാണ് എന്നാണ്. തന്നല്ലേ വഹാബിസോ? ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അതിന്റെ സൂറത്തുൽ അൻആം 82 മുതൽ 89 വരെയുള്ള ആയത്തുകൾ വിശദീകരിക്കുന്നിടത്ത് മക്ബറ സിയാറത്ത് ശിർക്കാണെന്ന് പറയുന്നു. മാഇദ സൂറത്തിലെ 3-ാം വചനം വിശദീകരിക്കുന്നിടത്ത് ഈ പരിഭാഷയിൽ തബ്ലീഗുകാരന്റെ പരിഭാഷയിൽ പറയുന്നത് നബിദിനാഘോഷം ക്രിസ്തുവിന്റെ പിറന്നാൾ പോലെയാണ് എന്നാ പറയുന്നത്. ക്രിസ്തുവിന്റെ പിറന്നാൾ പോലെയാണ് നബിദിനാഘോഷം. ഇനി മാഇദയുടെ 3-ാം വചനത്തിൽ മക്ബറകൾക്ക് നേർച്ച നേരുന്നത് ശിർക്കാണെന്ന് പറയുന്നു. സഹോദരങ്ങളെ, ഇത് അതിൽ മാത്രമല്ല, പൊതുവില് തബ്ലീഗ് ജമാഅത്തിനെ പറയുമ്പോ അവരുടെ ഉറുദു പുസ്തകങ്ങളാണ് ഉദ്ധരിക്കേണ്ടി വരുന്നതെങ്കിൽ ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. മുഅ്മിനീങ്ങളെ, ഇത് തബ്ലീഗ് ജമാഅത്തുകാര് കേരളത്തിൽ പുറത്തിറക്കിയ പുസ്തകമാണ്. ഈ പുസ്തകത്തിന്റെ പേരെന്താണെന്നറിയുമോ? ദേവബന്ധു പണ്ഡിതർ നവോത്ഥാന ശില്പികൾ എന്നാണ്. ഇത് സമസ്തയുടെ ബുക്കല്ല, ഇത് മുസ്ലിം ജമാഅത്ത് പുറത്തിറക്കിയതല്ല, ഇത് SYSO SSFO പുറത്തിറക്കിയതല്ല, ഇത് സാക്ഷാൽ തബ്ലീഗ് ജമാഅത്തുകാരന്റെ ഔദ്യോഗികമായ പുസ്തകമാണ്. എന്താണ് ഈ പുസ്തകത്തിൽ? ഈ പുസ്തകത്തിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയുന്നു, ഒട്ടനവധി കാര്യങ്ങൾ.
ഞാൻ അതിലെ ചിലത് പറയാം. ഒന്ന്, ഈ വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവാര ഇബ്നു അബ്ദുൽ വഹാബാണ്. ആ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് ഇവരുടെ ഈ പുസ്തകം എന്താണ് ആ മനുഷ്യനെ കുറിച്ച് എഴുതിയതെന്ന് വായിച്ചു തരാം. കേട്ടോളൂ, എല്ലാരും കേട്ടോളൂ. ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന വഹാബി പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവിനെ കുറിച്ച് തബ്ലീഗ് ജമാഅത്തുകാർ എഴുതുകയാണ്. കേട്ടോളൂ എന്താണ് എഴുതിയത്. സുബ്ഹാനല്ലാഹ്. തുർക്കി ഭരണകൂടം ബ്രിട്ടീഷ് ആധിപത്യത്തിലേക്ക് അമർന്നുകൊണ്ടിരിക്കുന്നത് കണ്ടറിഞ്ഞ ഇബ്നു അബ്ദുൽ വഹാബ് അന്ന് ആ മഹത്തായ കൃത്യം ചെയ്തില്ലായിരുന്നുവെങ്കിൽ മറ്റേത് നാടും അധിനിവേശത്തിനിരയായതുപോലെ ഇരു ഹറമുകളടങ്ങുന്ന സഊദിയും ബ്രിട്ടന്റെ പിടിയിലമരുമായിരുന്നു. പടച്ചവൻ ഇബ്നു അബ്ദുൽ വഹാബിന്റെ കരങ്ങളെ ഹറമുകളുടെ കാവലിനായി തെരഞ്ഞെടുക്കുകയായിരുന്നു. ഞാൻ ചോദിക്കട്ടെ, തബ്ലീഗ് ജമാഅത്തുകാരാ, എന്തിനാ തലയിൽ തൊപ്പിയും വെച്ച് നടക്കുന്നത്? എന്തിനാണ് ഈ ഉമ്മത്തിനെ കബളിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വഹാബിസം ഞങ്ങളെ ആദർശത്തിലില്ല എന്ന് പറയുന്നത്? ആരാണ് ഇബ്നു അബ്ദുൽ വഹാബ്? ആ ഇബ്നു അബ്ദുൽ വഹാബിനെയല്ലേ നിങ്ങൾ വെള്ളപൂശുന്നത്? ആ ഇബ്നു അബ്ദുൽ വഹാബിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? ഇബ്നു അബ്ദുൽ വഹാബ് ആരാണെന്നറിയുമോ? അദ്ദേഹത്തെ കുറിച്ച് ചരിത്രം വായിച്ചാൽ അറിയാം. തുല്യതയില്ലാത്ത ക്രൂരത കാണിച്ച ലോകത്തെ ഏറ്റവും വലിയ ഒരു ക്രൂരനായ മനുഷ്യനാണ് അദ്ദേഹം. എത്ര നിരപരാധികളെയാ കൊന്നുതള്ളിയത്, എത്ര നിരപരാധികളെയാ കൊന്നുതള്ളിയത്. വായിക്ക് നിങ്ങള് മുഹമ്മദ് അസീസിന്റെ റോഡ് ടു മക്ക എന്ന് പറയുന്ന പുസ്തകം. ആ പുസ്തകത്തിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്തിനേറെ പറയണം, ഈ മൊയ്ദ് മൗലവിയുടെ ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ പ്രസ്ഥാനവും എന്ന പുസ്തകം നിങ്ങൾ വായിക്ക്. ആ പുസ്തകത്തിൽ ഇബ്നു അബ്ദുൽ വഹാബിന്റെ വഹാബിസത്തിന്റെ ഭീകരതയുടെ ചരിത്രം നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ ഇബ്നു അബ്ദുൽ വഹാബിനെ വെള്ളപൂശാണ്, ചെറിയ ക്രൂരതയാണോ കാണിക്കുന്നത്? ഇബ്നു അബ്ദുൽ വഹാബിനെ വെള്ളപൂശുകയാണ് തബ്ലീഗ് ജമാഅത്തുകാര്. ഞാൻ ചോദിക്കട്ടെ, ഇവരുടെ ആശയം, ഇവരുടെ പുസ്തകത്തിൽ ഞാൻ പറഞ്ഞു ഖബറുകൾക്ക് നേർച്ച നേരുന്നത്. എങ്ങനെയാ ഇവരെ എതിർക്കാതിരിക്കുക? എന്തേ കാരണം? ഇവരെ സ്വാധീനിച്ച വിഷയത്തിലെ നേതാവാരാന്നറിയോ? 12ാം നൂറ്റാണ്ടിലെ ഇബ്നു തൈമിയ എന്ന് പറയുന്ന വ്യക്തിയാണ്. ആ ഇബ്നു തൈമിയുടെ മജ്മൂഅത്തുർ റസായിൽ എന്ന് പറയുന്ന ആ ഗ്രന്ഥത്തിലൂടെ ഒരു ഭീകര ഫത്വ ഇബ്നു തൈമിയ കൊടുത്തത് കാണാൻ കഴിയും. എന്താണ് ആ ഭീകര ഫത്വ? സംഹാരാത്മകമായ ഒരു ആശയം സലഫി പൂർവാചാര്യനായ ഇബ്നു തൈമിയ കൊടുത്തു. ആ ഫത്വയാണ് 1981 ഒക്ടോബർ മാസത്തിലെ അൽമനാറിൽ NV ഇബ്രാഹിം മൗലവി വിവർത്തനം ചെയ്ത് അൽമനാർ അച്ചടിച്ചത്. എന്താണ് ആ ഫത്വയിൽ പറയുന്നത്? ഇത് തന്നെയാണ് തബ്ലീഗ് ജമാഅത്തിന്റെയും വാദം. എങ്ങനെയാ ഇവർ ഇബ്നു അബ്ദുൽ വഹാബിനെ വെള്ളപൂശാതിരിക്കുക? ആ ഫത്വയിൽ പറയാണ്, ഓ എന്റെ മുഅ്മിനീങ്ങളെ നന്നായി കേൾക്കണം, ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങളെ അത് നീക്കുമെന്നും സുഖസൗകര്യങ്ങൾക്ക് വഴി തുറക്കുമെന്നും ആയുസ്സിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഞാൻ ചോദിക്കട്ടെ, ഇതല്ലേ IS-ന്റെ ഐഡിയോളജി? ഇതല്ലേ സകല തീവ്രവാദികളുടെയും ഐഡിയോളജി? ഈ ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ, പ്രതിഫലമുണ്ടെന്ന് വിശ്വസിക്കുന്നവൻ മസാറുകളിലേക്ക് മഹാത്മാക്കൾക്ക് വല്ലതും നേർച്ചയാക്കുന്നത് അത് ശിർക്കിന്റെ പരിപാടിയാണ്. അവൻ മുശ്രിക്കാണ്, അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഇബ്നു തൈമിയുടെ ഈ ഭീകര ഫത്വ വഹാബിസം എങ്ങനെയാണ് ഏറ്റുപിടിച്ചത് എന്ന് നിങ്ങൾ ചരിത്രം വായിക്ക്. തബ്ലീഗ് ജമാഅത്തിന്റെ മൗലവിമാരന്റെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ ഇബ്നു അബ്ദുൽ വഹാബിനെ നിങ്ങൾ വെള്ളപൂശുമ്പോ നിങ്ങൾ ചരിത്രം വായിക്കണം. ആരാണ് ഈ മനുഷ്യൻ? ആ മനുഷ്യന്റെ ക്രൂരകൃത്യത്തിന്റെ ഭീകരതയുടെ ആഴം എത്രയാണ് എന്ന് നിങ്ങൾക്ക് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. സ്വഹാബി വര്യനായ അബ്ദുല്ലാഹ് ഇബ്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ പൊളിച്ചുകൊണ്ടാണ് ജസീറത്തുൽ അറബിൽ ഈ സംഹാര താണ്ഡവത്തിന് തുടക്കം കുറിച്ചത്.
ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ സലഫി സ്ഥാപകരിൽ പ്രധാനിയാണ് EK മൗലവി എന്ന് പറയുന്ന മൗലവി. ആ മൗലവിയുടെ നേതൃത്വത്തിൽ പുറത്തിറക്കിയ അൽ ഇത്തിഹാദ് എന്ന് പറയുന്ന മാസിക, ആ മാസികയിൽ ഈ ഭീകരത കൃത്യമായി രേഖപ്പെട്ടത് കാണാൻ കഴിയും. 1956 പുറത്തിറക്കിയ അൽ ഇത്തിഹാദ് മാസിക, ആ അൽ ഇത്തിഹാദ് മാസികയിൽ ഇവര് കാണിച്ച ക്രൂരതയെ കുറിച്ചുകൊണ്ട് വളരെ കൃത്യമായി പറയുന്നു. ഞാനത് വായിക്കാം. 1801 ഏപ്രിൽ 30-ാം തീയതി 10,000 വരുന്ന ഒരു വമ്പിച്ച വക്കാബി സൈന്യം കർബല പട്ടണം വളഞ്ഞു. പട്ടണവാസികളിൽ ഒരു ഭാഗത്തെ അവർ കൊന്നുകളഞ്ഞു. ഹുസൈൻ റളിയല്ലാഹുവിന്റെ മഖാമ് കൊള്ളയടിച്ചു. അവിടേക്ക് അനറബികളായ സന്ദർശകന്മാർ വഴിപാട് കൊടുത്തിരുന്ന എല്ലാ വില പിടിച്ച രത്നങ്ങളും മറ്റും അവർ ശേഖരിച്ചു. ഇതൊന്നും അവരുടെ ഹൃദയത്തിന് അസഹ്യമായി തോന്നിയില്ല. എന്തുകൊണ്ടെന്നാൽ ഖബറിന് വഴിപാട് കൊടുക്കുന്ന അവരുടെ നേരെ അവർക്കുണ്ടായിരുന്ന വീക്ഷണഗതി കാഫിറുകളുടെ നേർക്കുണ്ടായിരുന്ന അതേ വീക്ഷണഗതി തന്നെയായിരുന്നു. ഈ കൊള്ളക്ക് ഹേതുവായതെന്താ കാരണം? 12-ാം നൂറ്റാണ്ടിലെ ഭീകര ഫത്വയാണ്, ഇബ്നു തൈമിയ്യയുടെ ഫത്വയാണ്. ആ ഫത്വയാണ് 81-ലെ അൽമനാറില് അവര് പുനഃപ്രസിദ്ധീകരിച്ചത്. സഹോദരങ്ങളെ, ലോകത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന എത്രമാത്രം ക്രൂരമായ കുറ്റകൃത്യങ്ങൾ ഈ വക്കാബി ഐഡിയോളജിയുടെ ഫലമായിട്ടാണെന്ന് എന്റെ സദസ്സിലിരിക്കുന്ന ചെറുപ്പക്കാര് മനസ്സിലാക്കണം. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന യുവാക്കൾ അറിയണം, വക്കാബിസം എന്ന് പറയുന്നത് ഒരു ഭീകര സംഘടനയാണ്, ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ്. ലോക മുഴുവൻ രാജ്യങ്ങളിലെയും ഭരണാധികാരികള് അത് പതിയെ ഇപ്പോൾ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടമാണ്. ആ ഇബ്നു അബ്ദുൽ വഹാബിനെ തബ്ലീഗ് ജമാഅത്ത് എങ്ങനെയാ വെള്ളപൂശിയ? തബ്ലീഗ് ജമാഅത്ത് എങ്ങനെയാണ് ഇബ്നു അബ്ദുൽ വഹാബിനെ വെള്ളപൂശിയ? ആ ഇബ്നു അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിൽ നടന്ന വഹാബി ഭീകര സൈന്യം, അദ്ദേഹത്തിന്റെ ഐഡിയോളജി സ്വീകരിച്ച വഹാബി ഭീകരന്മാർ, അവർ ചരിത്രത്തിൽ കാണിച്ച ക്രൂരതയുടെ ആഴം എത്രയാണ്? കർബലയിലെ സലഫി കർസേവ ചരിത്രത്തിൽ തുല്യതയില്ലാത്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ ചരിത്രം വായിച്ചാൽ അറിയാം. വെള്ളപ്പതാക കാണിച്ച് അവിടുത്തെ നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങിക്കോളാം. ഒരു ദയയും കാണിക്കാതെ ഇസ്രയേൽ എന്ന് പറയുന്ന ജൂത തമ്മാടി രാഷ്ട്രം, ഫലസ്തീനിലെ ഗസ എന്ന് പറയുന്ന തുരുത്ത് 41 കിലോമീറ്റർ ആണ് അതിന്റെ നീളം, 10 കിലോമീറ്റർ ആണ് അതിന്റെ വീതി. 20 ലക്ഷത്തോളം വരുന്ന ജനങ്ങളാണ് ഗസയിൽ കഴിയുന്നത്. ആ ഗസയിലെ ജനങ്ങളെ, ആശുപത്രിയിൽ പരിക്ക് പറ്റി കഴിയുന്ന ആളുകളെ പോലും നിഷ്ഠൂരമായി കൊന്നുതള്ളുന്നത് നിങ്ങൾ കാണുന്നില്ലേ സഹോദരങ്ങളെ? അതിനേക്കാളും വേദനാജനകമാണ് കർബലയിലെ സലഫി കർസേവയുടെ ചരിത്രം നമ്മൾ വായിച്ചാൽ. എത്രയാണ് അവർ കൊന്നുതള്ളിയത്? വെള്ളപ്പതാക കാണിച്ചുകൊണ്ട് നാട്ടുകാർ പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങാം, ഞങ്ങൾ ആക്രമിക്കരുത് എന്ന്. കൂട്ടക്കശാപ്പ് ചെയ്തില്ലേ വഹാബി ഭീകരന്മാർ? എന്നിട്ട് ഇബ്നു അബ്ദുൽ വഹാബിനെ വെള്ളപൂശി. സയ്യിദ് ഇബ്രാഹിം പറയുന്നുണ്ട്, ത്വായിഫിന്റെ ചരിത്രം രേഖപ്പെടുത്തുന്നിടത്ത് അദ്ദേഹം പറയുന്നുണ്ട്, 100 കണക്കിന് മുസ്ലിമീങ്ങളെ വഹാബി സൈന്യം കൊന്നുതള്ളി. ആരൊക്കെയാണ് അവരെ കൊന്നുതള്ളിയത്? എത്രയെത്ര ഉലമാക്കളെയാണ്. മക്കയിലെ ഷാഫി മുഫ്തിയായിരുന്നു അബ്ദുല്ലാഹി സാവി എന്ന് പറയുന്ന പണ്ഡിതൻ. ആ പണ്ഡിതനെ കൊന്നുതള്ളി. മക്കയിലെ കാളിയാണ് അബുൽ ഖൈർ എന്ന് പറയുന്നവർ, അവരെ കൊന്നുതള്ളി. ത്വായിഫിലെ കാളിയാണ് ഷെയ്ഖ് സുലൈമാൻ മുറാദ്, അവരെ കൊന്നുതള്ളി. 80 വയസ്സെത്തിയ സയ്യിദ് യൂസുഫ് സവാവിയെ കൊന്നുതള്ളി. ഷെയ്ഖ് ഹസൻ ഷൈബ്, അതുപോലെ തന്നെ ഷെയ്ഖ് ജഅഫർ ഷൈബ്, ഇവരെ മുഴുവനും കൊന്നുതള്ളി. എത്ര വലിയ ഉലമാക്കളെയാണ് കൊന്നുതള്ളിയത്. സയ്യിദ് ഇബ്രാഹിം എഴുതിയിട്ടുണ്ട് ആ ചരിത്രം. 60 ദിവസം സഹോദരങ്ങളെ, 60 ദിവസം ആ മയ്യത്ത് സംസ്കരിക്കാൻ പോലും കഴിഞ്ഞില്ല ത്വായിഫിലെ മുസ്ലിങ്ങൾക്ക്. ചീഞ്ഞളിഞ്ഞ ജഡങ്ങളായി. ചരിത്രം പറയണമെന്നറിയോ? ത്വായിഫിലെ വഹാബിസത്തിന്റെ നരനായാട്ട് അവസാനിച്ചപ്പോ അവിടെ ബാക്കിയായ മനുഷ്യന്മാരെ എണ്ണം, ഒരഭിപ്രായം പറയുന്നത് 200-ൽ പരം ആളുകളെ ഉള്ളൂ. ബാക്കി മുഴുവൻ കൂട്ടക്കശാപ്പ് ചെയ്തു. ആ ഇബ്നു അബ്ദുൽ വഹാബിനെയാണോ തബ്ലീഗ് ജമാഅത്ത് വെള്ളപൂശുന്നത്? ഈ ഉമ്മത്ത് നിങ്ങൾക്ക് മാപ്പ് തരും. എത്ര വലിയ ക്രൂരകൃത്യമാണ് നിങ്ങൾ ചെയ്യുന്നത്? ഇതൊക്കെ ഏതെങ്കിലും ഒരു സമസ്ത പണ്ഡിതനെ എഴുതി വെച്ച കുറിപ്പിലുള്ളതാണോ?
മുഹമ്മദ് അസ്ദ് റോട്ടു മക്കയിൽ വിശദീകരിച്ചിട്ടില്ലേ? ആരാണ് പറയാത്തത്? ഹിജ്റ 1217 സലഫി വിപ്ലവകാരികൾ മക്ക ഹറം ഉപരോധിച്ചു. പുണ്യഭൂമിയിലെ ജനങ്ങളെ പട്ടിണിക്കിട്ടു. സകല കവാടങ്ങളും ഉപരോധിച്ചു. തീർത്ഥാടനത്തിന് വരുന്നവരെ കൊല്ലുകയോ തിരിച്ചയക്കുകയോ ചെയ്തു. ഭക്ഷണം കിട്ടാതെ വിശന്നു മരിച്ചു സലഫി ഉപരോധത്തിന്റെ പേരിൽ പുണ്യഭൂമിയിലെ ജനങ്ങൾ. എന്റെ സദസ്സിലിരിക്കുന്ന യുവാക്കളെ, ഗൗരവത്തിൽ നമ്മൾ വായിക്കേണ്ട പഠിക്കേണ്ട ചരിത്രമാണ് വഹാബിസത്തിന്റെ ചരിത്രം. വിശന്നു മരിച്ചു നമ്മുടെ സഹോദര സഹോദരിമാർ. ചരിത്രം പറയുന്നുണ്ട്, വില കൊടുത്തു മുന്തിയ വിലക്ക് അവര് ഭക്ഷണം കഴിക്കിയത് എന്താണെന്നറിയോ? പട്ടികളുടെയും ചത്ത മൃഗങ്ങളുടെയും മാംസം ഉയർന്ന വില കൊടുത്ത് അതെങ്കിലും വാങ്ങി വിശപ്പടക്കേണ്ട ഗതികേട് വന്നു. എത്ര വലിയ വേദനാജനകമായ സാഹചര്യം. ഇനി നിങ്ങൾക്ക് കാണാം, ഉൻവാനുൽ മജിദ് ഫീ താരീഖിൻ നജ്ദ്, ഉസ്മാൻ ബിൻ ബിശ്ർ നജ്ദിയുടെ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഈ ചരിത്രം കോരിയിട്ടത് കാണാൻ കഴിയും. ഇതൊക്കെ ചരിത്ര പണ്ഡിതന്മാര്, പ്രമുഖ എഴുത്തുകാര് രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അതേപോലെ മക്ക മദീന ഉൾപ്പെടെ പഴയ ഹിജാസ് എന്നറിയപ്പെടുന്ന സ്ഥലം, അവിടുത്തെ ഭരണാധികാരിയായിരുന്നു ഷെരീഫ് ഗാലിബ് അഫന്തി. അവരുമായി സലഫി പട 50-ലധികം തവണയാണ് ഏറ്റുമുട്ടിയത്. 50-ലധികം തവണ ഏറ്റുമുട്ടി. ഒടുവിൽ 1212 അവർ മക്ക ആക്രമിച്ചു. 2000 പേരെ കൊന്നു സലഫി സൈന്യം. വഹാബികൾ 2000 പേരെ കൊന്നു. 1215 വീണ്ടും ത്വായിഫിൽ ആക്രമണം നടത്തി. ആയിരക്കണക്കിന് സ്ത്രീകളെയും കുട്ടികളെയും കൊന്നു. ചരിത്രം പറയുന്നു, എല്ലാം കഴിഞ്ഞപ്പോൾ ഏതാനും മനുഷ്യർ 3 കോപ്പി ഖുർആൻ, 1 കോപ്പി സ്വഹീഹുൽ ബുഖാരി, ഹുസൈൻ ഹിൽമി പറയുന്നുണ്ട്, അതായിരുന്നു അവിടെ ബാക്കിയായത് എന്ന്. അപ്പൊ എത്രമാത്രം ഉണ്ടായിരിക്കും ആ ക്രൂരതയുടെ ആഴം. എന്നിട്ടാണ് തബ്ലീഗ് ജമാഅത്തുകാര് ഇബ്നു അബ്ദുൽ വഹാബിനെ വെള്ളപൂശുന്നത്. മക്കയിലെ വിശ്രുത മുദരിസായിരുന്നു സൈനി ദഹ്ലാൻ. അദ്ദേഹത്തിന്റെ ഖുലാസത്തുൽ കലാം എന്ന് പറയുന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ നിങ്ങൾക്ക് ഫിത്നത്തുൽ വഹാബിയ എന്ന് പറയുന്ന നീണ്ട ഒരു അധ്യായം കാണാം. ആ നീണ്ട അധ്യായത്തിൽ നിങ്ങൾ വായിച്ചാൽ കാണാം, പള്ളിയിൽ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യന്മാരെ വഹാബി സൈന്യം ക്രൂരമായി കൊലപ്പെടുത്തി. ദർസ് നടത്തുന്ന മുദരിസമാരെ ദർസ് കേട്ടുകൊണ്ടിരിക്കുന്ന മുത്തഅല്ലിമീങ്ങളെ കൊന്നു. റുക്കൂയിലും സുജൂദിലായി കിടക്കുന്ന ആൾക്കാരെ പെരടി വെട്ടിക്കൊന്നു. രക്തം തളം കെട്ടി നിൽക്കുകയായിരുന്നു. വഹാബികളും സുന്നികളും തമ്മിലുള്ള തർക്കം സുബൈക്ക് കുനു തോന്നണോ വേണ്ടെന്നല്ല, ഇവര് ബ്രിട്ടീഷ് ഉൽപ്പന്ന. നമ്മൾ അതാ മനസ്സിലാക്കേണ്ടത്. ഈ ഉമ്മത്തിന്റെ ഐക്യം തകർത്ത് ഈ ഉമ്മത്തിനെ കാഫറാക്കി, അവരെ രക്തം ഹലാലാക്കി, അവരെ കൊന്നുതൊള്ളാനുള്ള ഭീകര ഫത്വകൾ നൽകി ഇവരുടെ പൂർവിക ആചാര്യന്മാര്. എന്നിട്ട് അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിന്റെ സ്ഥാപക നേതാവിനെ വെള്ളപൂശുന്നു തബ്ലീഗ് ജമാഅത്ത്. വഹാബിസം ഞങ്ങളിൽ ഇല്ല എന്നാണ് അവർ പറയുന്നതെങ്കിൽ അവരിൽ എത്രയെത്ര ആശയങ്ങൾ ഞാൻ വഴിയെ പറഞ്ഞുതരാം ഈ പുസ്തകം വെച്ചുകൊണ്ട് തന്നെ. ഹിജ്റ 1217 വീണ്ടും വഹാബി സൈന്യം മക്ക ആക്രമിച്ചു. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മഖ്ബറ തകർത്തു. 1218 ഹറം പരിസരത്തെ ഇസ്ലാമിക ചിഹ്നങ്ങൾ അവർ തകർത്തു. എന്തിനേറെ പറയണം, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ച വീട് പോലും തകർത്തു. ഇതിനെല്ലാം ഹേതുവായ ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യനെ തബ്ലീഗ് ജമാഅത്തുകാർ വെള്ളപൂശിയതാണ്. ഈ പുസ്തകത്തിൽ നിന്ന് ഞാൻ ഒന്ന് പറഞ്ഞത്, ഇത് തബ്ലീഗിന്റെ പുസ്തകം. ഇനി അടുത്ത് നോക്കിക്കോളൂ, കണ്ടമാനം പറയാണ്ട്, സമയത്തിന്റെ ദൈർഘ്യത പഴന്ന് ചിലത് പറഞ്ഞു ഞാൻ നിർത്തും. അടുത്ത് കേട്ടോളൂ. അടുത്ത ഏതാ? മൗലിദ്. തബ്ലീഗുകാർക്ക് വഹാബിസ് ഉണ്ടോ ഇല്ലേന്ന് അറിയണമെങ്കിൽ തബ്ലീഗുകാരെ പള്ളിയിൽ പോയിട്ട് മൗലിദ് ഉണ്ടോ ഇല്ലേ നിങ്ങൾ നോക്കി. മൗലിദ് എന്ന് പറഞ്ഞ ഏർപ്പാട് ഓല് പറയും, ഓല ഏതെങ്കിലും പള്ളിയിൽ മൗലിദ് ഓതലുണ്ടോ? എനിക്കറിയില്ല. എന്താ ആചാര്യ? തലശ്ശേരി പള്ളിയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ലാന്ന് ആചാര്യ പറയുന്നത്. അത് ശരി, ഞങ്ങൾക്ക് വഹാബിസത്തിന്റെ ആദർശം ഇല്ലെങ്കിൽ അടുത്ത റബീഉൽ അവ്വൽ 1 മുതൽ നിങ്ങൾ 40 ദിവസം ഓതണ്ട, നിങ്ങളൊരു 4 ദിവസമെങ്കിലും ഓതി നിങ്ങളെ കുറിച്ച് ഞങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. ഒരു 4 ദിവസങ്ങൾ അശ്രക്കില്ലേ ചെല്ലൂല. അതേ കാരണോ
അത് പാടില്ല എന്ന അവരെ വിശ്വാസം. ഇതാ പുസ്തകം. ഇപ്പൊ ഒരു ഗുണം കിട്ടിയെന്നറിയോ? ഏത് സാധാരണക്കാർക്കും മനസ്സിലാക്കാം. മലയാളത്തിലുള്ള ബുക്കാ. കുറച്ച് കട്ടിങ് അതിനുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കൊണ്ടുനടക്കാൻ ചെറിയ പ്രയാസമുണ്ട്, എന്നാലും വേണ്ടിയില്ല, ജനങ്ങൾ തിരിയട്ടെ. ഇത് കണ്ടെങ്കിൽ 244 പേജിൽ മൗലൂദ ചർച്ച. ഇതിൽ പറയാട്ടോ, ഇത്തരം സദസ് നബിയുടെ കാലത്തോ സ്വഹാബത്തിന്റെയോ താബിഈകളുടെയോ തബഉ താബിഈകളുടെയോ മുജ്തഹിദുകളായ ഇമാമുകളുടെയോ കാലത്തോ ഉണ്ടായിരുന്നില്ല. വല്ല വർത്താനം കാട്ടാതൊന്നും നബിന്റെ അയൽവാസിയായിരുന്നു വരുന്നത്. ആ കാലത്തൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയണമെങ്കിൽ ഇതിനാദ്യമായി കൊണ്ടുവന്നത് ഹിജറ 600 വർഷങ്ങൾക്ക് ശേഷം വന്ന ഒരു രാജാവാണ്. അദ്ദേഹത്തെ ചരിത്രകാരന്മാരിൽ അധിക പേരും ഫാസിഖ് എന്ന് എഴുതിയിരിക്കുന്നു. മുളഫർ രാജാവ് ഫാസിഖാണത്രേ. തബ്ലീഗുകാര് എഴുതാണ്, ആകയാൽ ഈ സദസ് ബിദ്അത്താണ്. ഏത് സദസ്? നബിദിനത്തിന്റെ പേരിൽ മൗലിദ് ഓതുന്ന സദസ്. അത് അനുവദനീയമല്ല. എന്നിട്ടും തബ്ലീഗുകാര് പറയും ഞങ്ങൾക്ക് വഹാബിസ് ഒന്നുമില്ല. ചോദിക്കട്ടെ ഞാൻ, ആരാ നിങ്ങളോട് പറഞ്ഞത്? ആരാ നിങ്ങളോട് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്ത് മൗലിദില്ല എന്ന് ആരാ പറഞ്ഞത്? ഓ എന്റെ മുഅ്മിനീങ്ങളെ, ഇത് കളവാണ്. ഉമ്മമാരെ, തബ്ലീഗ് ജമാഅത്ത് വഹാബിസത്തിന്റെ പതിപ്പാണ്. അവരാദ്യം അവരുടെ തീവ്രമായ ആശയം പുറത്തെടുക്കൂല. ഈമാൻ നഷ്ടപ്പെടാതിരിക്കണമെങ്കിൽ അവരുമായി ബഹുദൂരം അകന്ന് ജീവിച്ചില്ല എങ്കിൽ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ കൈവിരൽ കടിക്കേണ്ടി വരും.